സോനയ്ക്ക് വയസ്സാവുന്നില്ല. ഇത് പറയാനാണോ എന്നെ കൊണ്ട് ഇരുത്തിയത് ഇവിടെ? ആ കാര്യം എനിക്ക് ഇടയ്ക്ക് അസൂയ തോന്നും. എല്ലാ വർഷവും കാണുമ്പോൾ ഒരേപോലെയാണ്, വളർച്ചയില്ല. അതാ. എത്രത്തോളം സോന മെയിൻറ്റെയിൻ ചെയ്യും? ജിമ്മിൽ പോവോ, ഡയറ്റ് ചെയ്യോ? ഇടയ്ക്ക് കാണുമ്പോൾ സോന സീസണലാണ് ജയന്തി. കുറച്ച് വളരെ ഞാൻ എന്തൊക്കെയാണെങ്കിലും ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഞാൻ നോ പറയാത്ത ഒരേ ഒരു സാധനം, ചിലതിനൊക്കെ ഞാൻ ചിലപ്പോൾ നോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നോ വേ എന്ന് പറയാത്ത ഒരേ ഒരു സാധനം എൻ്റെ മുൻപിലുള്ളത് ഫുഡ് മാത്രമേ ഉള്ളൂ. അതിന് എത്ര വിശപ്പ് അടങ്ങിയിരുന്നാലും നല്ല വയറ് വീർത്തിരുന്നാലും ആ ഫുഡ് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഞാൻ ഭയങ്കര ഫുഡിയാണ് ശരിക്കും. അപ്പം പിന്നെ ഇത് എന്നെ സംബന്ധിച്ച് വേറെ ഇപ്പോൾ ഡാൻസ് എഗെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാംസ് വെളിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ, ഫ്രറ്റേണിറ്റി ഗ്രൂപ്പിൽ സോന ഞാനൊരു ഒരുപാട് സ്റ്റേജ് ഷോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ എന്താ സംഭവിച്ചാൽ റെഗുലറായിട്ടുള്ള എക്സസൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും ആ ഒരു ഇത് അങ്ങനെ അങ്ങ് പൊക്കോളും. ഫുഡി പേഴ്സൺസ് പൊതുവേ കുക്കിങ്ങിലും ദ ബെസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. സോന കുക്കിങ്ങിൽ എങ്ങനെ? കുക്ക് ചെയ്യും ഞാൻ നന്നായിട്ട് എന്ന് പറയാൻ. എന്നുവെച്ചാൽ ഭയങ്കര ഒരു ചൈനീസ് സംഭവങ്ങൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഒരു ഹൈഫൈ ജങ്ക് ഫുഡ്സിൻ്റെ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. പക്ഷെ നാടൻ വിഭവങ്ങൾ എന്തും ഏതും എങ്ങനെയും നമ്മളെന്നും കൊതിപ്പിക്കുന്ന വിഭവം എന്ന് വെച്ചാൽ നാടൻ വിഭവങ്ങൾ തന്നെയാണ് അല്ലേ? അത് നമുക്ക് മടുക്കില്ല. നമ്മൾ അത്തരം ഭക്ഷണം ശീലിച്ചവരാണ്. മറ്റതൊക്കെ നമുക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒന്ന് കഴിക്കാനേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് നാടൻ വിഭവങ്ങൾ തന്നെയാണ്. വീട്ടുകാരനും ഇഷ്ടം അതൊക്കെ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ക്രിസ്മസ് വീക്കാണ്. ഒരു സിനിമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ ആഘോഷങ്ങളും ലൊക്കേഷനിലായിരിക്കും. ചിലപ്പോൾ ഓണത്തിന് പോലും വീട്ടിൽ വരാൻ പറ്റില്ല. വിഷു അവിടെ ആയിരിക്കും, ക്രിസ്മസും അതുപോലെ ആയിരിക്കും. എന്താണ് ഒരു ക്രിസ്മസ് ഫിലിം ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓർമ്മ? എനിക്ക് സത്യം പറഞ്ഞ ക്രിസ്മസ് ഫിലിം ലൊക്കേഷൻ ഇല്ല. ഡിസംബർ എപ്പോഴും ഫ്രീ ആയതുകൊണ്ട് മീൻസ് ലൈക്ക് ക്രിസ്മസ് ഫിലിം ലൊക്കേഷൻ ഇല്ല. ഓഫ് കോഴ്സ് ഓണം ഫിലിം ലൊക്കേഷൻസ് ഒരുപാട് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് എല്ലാ ഫെസ്റ്റിവൽസും നമ്മൾ എവിടെ ആയാലും നിന്ന് ആഘോഷിക്കും. ക്രിസ്മസ് ആകുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ന്യൂ ഇയറും കൂടെ അടുക്കുന്നുണ്ട്. കുറേ കേക്ക്സുകൾ കഴിക്കാം. എനിക്കെപ്പോഴും ഫുഡാണല്ലോ യെസ്, പേസ്ട്രി അത് ഇത് ആരും കുറ്റം പറയില്ല. വീട്ടുകാർ പോലും കുറ്റം പറയില്ല. ബേക്കറി പോയിട്ട് അത് ഇതൊക്കെ മേടിച്ച് കഴിച്ചാലും ഫെസ്റ്റിവലല്ലേ, ക്രിസ്മസ് അല്ലേ, യേശു വഴക്ക് പറയില്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ എന്നെ വെല്ലാൻ ആരും ഇല്ലെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷേ അങ്ങനെയാണ് എപ്പോഴും. ഇതൊക്കെയാണ് ഡിസംബറിൻ്റെ ഓർമ്മ.